കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിൽ പാർട്ടി കൗൺസിലറായ കലാരാജുവിന് CPMന്റെ മറുപടി. കലാരാജു പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണെന്ന് കൂത്താട്ടുകുളത്തെ ഏരിയ സെക്രട്ടറി PB രതീഷ് പറയുന്നു. സംഭവ ദിവസം കലാരാജു പൂർണ്ണ ആരോഗ്യവതിയായിരുന്നുവെന്നും ഇപ്പോൾ അനാരോഗ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ ദുരൂഹതയുണ്ടെന്നും PB രതീഷിന്റെ കണ്ടെത്തൽ. കലാരാജു ഇന്ന് പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റായ കാര്യങ്ങളാണ്. അവ പറഞ്ഞത് ഒന്ന് ഈ പാർട്ടി ഓഫീസിൽ വെച്ച് അവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും പരസ്പര വിരുദ്ധമായ നിരവധി കാര്യങ്ങൾ തോന്നി. ഇന്ന് അവർ പറഞ്ഞത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ കത്തികാട്ടി അവരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും കലാരാജുവിൻ്റെ നാടകം പറയുന്ന നുണകൾ ഓരോന്നായി പൊളിയുന്നു എന്ന് വരുമ്പോൾ പുതിയ പുതിയ കഥകളുമായി വരികയാണ്. അപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി വളരെ ഉത്സാഹത്തോടെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും നടന്നു പോയ കലാരാജു ഇന്ന് വീൽ ചെയറിലും അതോടൊപ്പം തന്നെ സ്ട്രെച്ചറിലും പ്രത്യക്ഷപ്പെടുന്നത് അനാരോഗ്യവതിയായി പ്രത്യക്ഷപ്പെടുന്നത് ദുരൂഹമാണ്. ബാലചന്ദ്രൻ നായർ പറയുന്നു. ബാലചന്ദ്രൻ നായരിലേക്ക് ഞാൻ പിന്നീട് വരാം. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എടുക്കാനുണ്ട്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി ചേരും. അശ്വിൻ, യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ പറയുന്നത് ഇവരുടെ ഇപ്പോഴേ ഈ ചികിത്സയൊക്കെ കണ്ടിട്ടാണോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാലാണോ? SKN രാഷ്ട്രീയം തന്നെയാണ് കാരണം ഈ 18-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. അന്ന് കലാരാജു പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് കോൺഗ്രസ് ക്യാമ്പുമായി അടുത്തതിന് ശേഷം കലാരാജു പറയുന്നത് എന്നാണ് CPM പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 18-ാം തീയതി പാർട്ടി ഓഫീസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കലാരാജു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ UDFുമായി അടുത്ത ശേഷമാണ് കലാരാജു ഇങ്ങനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ പാർട്ടി ഓഫീസിൽ ഉണ്ടായിട്ടില്ല എന്ന ഏരിയ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അന്ന് എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം കൂടി കലാരാജുവിനോട് CPMന്റെ ഏരിയ കമ്മിറ്റി ചോദിക്കുന്നുണ്ട്. ഒപ്പം മാത്യു കുഴൽനാടൻ MLA ആണെന്ന് കൂത്താട്ടുകുളത്തെ ആശുപത്രിയിൽ നിന്നും കലാരാജുവിനെ കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു പരിചയവുമില്ലാത്ത ആളെയാണ് ഇങ്ങനെ സ്വന്തം വാഹനത്തിൽ കയറ്റി MLA കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കടവന്ത്രയിലെ ആശുപത്രിയിൽ കലാരാജുവിനെ ശുശ്രൂഷിക്കുന്നത് മാത്യു കുഴൽനാടൻ്റെ ക്രിമിനലുകളാണെന്നും CPM ആരോപിക്കുന്നുണ്ട്. പാർട്ടിയെ ചതിച്ച കൗൺസിലർക്കെതിരെ ഇനിയും തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ചെറുക്കാൻ എന്ത് വില കൊടുത്തും മുന്നോട്ട് പോകുമെന്നും പാർട്ടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ പ്രശ്നങ്ങളിൽ പാർട്ടി കടുത്ത പ്രതിരോധം സൃഷ്ടിക്കാനുള്ള തന്നെ തീരുമാനത്തിലാണ് SK.